ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. പിന്നെ എല്ലാവരും കണിയൊക്കെ വെക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. ഞാനും തിരക്കിലാണ്. ഞാൻ ഇതുവരെ വിഷുവിന് കണിയൊരുക്കുന്നതിൽ വെക്കാത്തൊരു സാധനം ഞാൻ ഇപ്രാവശ്യം അവിടെ വഴി കണ്ടപ്പോൾ, എവിടുന്ന് ആരുടെയും പറമ്പിലെയല്ല, വഴി കടന്നിട്ട് കിട്ടിയത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പനമ്പഴം. ഞാൻ ഇപ്രാവശ്യം പാലക്കാട് താമസിച്ചിട്ട് പനമ്പഴം ഇതുവരെ കണി വെച്ചില്ലെന്ന് പറഞ്ഞ മോശമല്ലേ. പാലക്കാട് എന്ന് പറയുമ്പോഴേ കരിമ്പനയല്ലേ എല്ലാവരും പറയുക. അപ്പം ഞാൻ എൻ്റെ വിഷുക്കണിയിൽ വെക്കാൻ എടുത്തുകൊണ്ട് വന്ന സാധനമാണത്, പനമ്പഴം. അപ്പം ഞാൻ എൻ്റെ വിഷുവിൻ്റെ കണിയൊരുക്കങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. ഓക്കേ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി കിലുച്ചിലേന്ന് കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവ. ഹായ്, എല്ലാരും സദ്യ കഴിച്ചോ? ഞങ്ങളുടെ സദ്യ പരിചയപ്പെടുത്താം. വരുന്നുണ്ടോ ഷർട്ടിടാതെ? വാമനൻ നമ്പൂതിരി. അപ്പൊ ഞങ്ങള് സദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. സദ്യയിൽ നമ്മൾ ആദ്യം വിളമ്പുന്ന പരിപ്പ്, നാരങ്ങ, കാബേജ് തോരൻ, അവിയൽ, ഇതെന്ത് പച്ചടിയാ? പേര് പറഞ്ഞായി. വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, മത്തങ്ങ എരിശ്ശേരി, തീയൽ, കാച്ചിയ മോര്, ഇഞ്ചിക്കറി ഫ്രിഡ്ജിലിരുന്ന് അതൊരു സാമ്പാറ്, പായസം, പിന്നെ കുറച്ച് ഇങ്ങനെ എടുത്ത് ഗ്ലാസ് വെച്ച്, പിന്നെ പപ്പടം, പിന്നെ ചോറ് നേരായിട്ട് നിന്ന് ചോറ് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് സ്മാർട്ടായിട്ടിരിക്കൂ. ഹായ് ഗൈസ്, എന്റെ സദ്യ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി. സാരമില്ല, നോ. എല്ലാവർക്കും ഹാപ്പി വിഷു. സദ്യയൊക്കെ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. ഇനി വിഷു വെച്ച കണി വെച്ചതെല്ലാം പറക്കി തിന്നണം. ബായ്.